നിർധനരായവരെ ചേർത്ത് പിടിക്കാൻ സമൂഹം ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്ന് MLA ചാണ്ടി ഉമ്മൻ. പിറവത്ത് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അമ്മയോടൊപ്പം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർധനരായ നിരവധി അമ്മമാർക്ക് ചടങ്ങിൽ പുതുവസ്ത്രങ്ങളും ചികിത്സാ സഹായവും നൽകി. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. സംസ്ഥാനത്തുണ്ടായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവുമെല്ലാം സംഭവിച്ചപ്പോൾ ഈ ഒത്തൊരുമ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അശരണരായവരെ ചേർത്തുപിടിക്കാൻ സമൂഹം ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നും MLA ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പിറവത്ത് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അമ്മയോടൊപ്പം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 7 വർഷം മുമ്പ് ഇവിടെ നിങ്ങളോടൊപ്പം ഇതേ ചടങ്ങിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പ തുടങ്ങി വെച്ച ഈ വലിയ ഒരു നന്മ പ്രവർത്തനം, ആ നന്മ പ്രവർത്തനം 13ാമത്തെ വർഷവും തുടരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അമ്മമാരെ സഹായിക്കുക, അമ്മമാർക്കൊപ്പം അവരെ ഒരു ആദരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. അവർക്കൊരു പിന്തുണ കിട്ടുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് പെൻഷൻ പോലും കിട്ടാൻ പറ്റാത്ത സാഹചര്യമാണ്. ശമ്പളം കിട്ടുന്നില്ല, പെൻഷൻ കിട്ടുന്നില്ല. അപ്പൊ ആരെങ്കിലും ഒരു സഹായം വരുമ്പോൾ ചെയ്യാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പിന്തുണ നൽകാൻ വരുമ്പോൾ പുള്ളിയെ ഒന്ന് തടയാൻ ശ്രമിക്കുന്നത് ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. കഴിഞ്ഞ 13 വർഷമായി തുടർച്ചയായി സംഘടിപ്പിക്കുന്ന അമ്മയോടൊപ്പം പരിപാടി നിർധനരായ അമ്മമാർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. പുതുവസ്ത്രങ്ങൾ, ധാന്യക്കിറ്റ്, ആയുർവേദ മെഡിക്കൽ കിറ്റ്, സഹായധനം എന്നിവയും സ്നേഹവിരുദ്ധം നൽകിയ ശേഷമാണ് യാത്രയാക്കിയത്. കമ്പാനിയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ രാജീവ് ഗാന്ധി ഫോറം ചെയർമാൻ സാബു കെ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. ഈ ചടങ്ങെന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അമ്മമാരെ വിളിക്കുക, ആദരിക്കുക. അമ്മമാരെ വിളിച്ചു വെറുതെ ഒരു പൊന്നാട എണീച്ച് വിടുന്ന ചടങ്ങല്ല ഇത്. ഈ ചടങ്ങിൽ അമ്മമാര് ധരിക്കുന്ന ഏത് വസ്ത്രമാണോ ആ ഒരു ജോഡി വസ്ത്രം, ധാന്യ കിറ്റ്, മെഡിക്കൽ കിറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ കൈനീട്ടം, സ്നേഹവിരുന്ന്, ഇത്രയും നൽകിയാണ് നമ്മൾ ഈ അമ്മമാരെ പറഞ്ഞു വിടുന്നത്. ഇത് വലിയൊരു അനുഗ്രഹമാണ്. USA ഫോമ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബേബി മണക്കുന്നിൽ, പ്രമുഖ പ്രൈവറ്റ് ജെറ്റ് കമ്പനി MD ഷോബി ടി പോൾ, ചെറുകഥാകൃത്തായ S സജിനി എന്നിവരെ ആദരിച്ചു. പാവപ്പെട്ട അമ്മമാര് സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിൽക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, അതുപോലെ ഒരു ചെറിയൊരു കൈനീട്ടം, അതുപോലെ തന്നെ ധാന്യ കിറ്റ്, ഒരു മെഡിക്കൽ കിറ്റ്, ഇങ്ങനെ എല്ലാം ചെയ്യുവാനായിട്ട് കഴിഞ്ഞ 12 വർഷവും 13 വർഷവും 13ാമത്തെ പ്രാവശ്യവും ഇവിടെ രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ പേരിൽ ഇവിടെ നടത്തപ്പെടുന്നു. പക്ഷെ ഇത്തരത്തിലൊരു പരിപാടി ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളത് വളരെ അതിശയമാണ്. കൃത്യമായിട്ട് അർഹിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് അവർക്ക് അർഹമായിട്ടുള്ള അവകാശങ്ങൾ എത്തിക്കുക എന്നുള്ള വലിയ മഹത്വപൂർണമായിട്ടുള്ള കർത്തവ്യം എങ്ങനെയൊക്കെയോ അദ്ദേഹം അത് നടത്തിയെടുക്കുന്നു. 13 വർഷം ഇടതടവില്ലാതെ നടത്തി എന്നുള്ളതിൽ നിന്ന് തന്നെ ഉദ്ദേശശുദ്ധി പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. യോഗത്തിൽ മുൻ MLA MJ ജേക്കബ്, കൊച്ചി മുൻ മേയർ സൗമിനി ജെയിൻ, JMP മെഡിക്കൽ സെന്റർ സെക്രട്ടറി KV മാത്യു, സിജിൽ ജോർജ് പാലക്കലോടി, ഷാലു മാത്യു പുന്നൂസ്, പോൾ ജോസ്, കൺവെൻഷൻ ജനറൽ സെക്രട്ടറി സുബിൻ കുമാരൻ, സദേൺ റീജിയണൽ വൈസ് പ്രസിഡന്റ് ബിജു ലോസൺ, മുൻ വൈസ് ചെയർമാൻ ലാലി കളപ്പുരയ്ക്കൽ, റോട്ടറി ക്ലബ് ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ AC പീറ്റർ, അഡ്വക്കേറ്റ് ജിൻസി ഗോപകുമാർ, UK മലയാളി അസോസിയേഷൻ അംഗം തോമസ് പുളിക്കൽ, KV സന്തോഷ് കുമാർ, ജോസ് ആട്ടൂർ, YMCA ഇന്റർനാഷണൽ സെൽ അംഗം ഫ്രെഡി ജോർജ് വർഗീസ്, രാജീവ് ഗാന്ധി ഫോറം ജനറൽ സെക്രട്ടറി കുര്യൻ പുളിക്കൽ, മുൻ പഞ്ചായത്ത് അംഗം ടോണി ചെട്ടിയാക്കുന്നേൽ, പിറവം സ്നേഹകൂട്ടായ്മ കോർഡിനേറ്റർ തങ്കി സണ്ണി, പിറവം പ്രസ് ക്ലബ് പ്രസിഡന്റ് MT പൗലോസ്, ഏലിയാസ് വെട്ടുകുഴി, പോൾ കൊമ്പനാൽ, സാജു പാറപ്പാലിൽ, രവീസ് രാമടത്തിൽ എന്നിവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധി ഫോറം കൺവീനർ ജോമോൻ വർഗീസ് സ്വാഗതവും വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. IT രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ. IT മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള 3 മാസത്തെ CCNA നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം. നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം. ISP സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന 100% പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു. രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നിയർ റെയിൽവേ സ്റ്റേഷൻ, പുതുക്കാട്.